നമസ്കാരം. ചാരി ഒരു താരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശസ്തനായ എഴുത്തുകാരനായ രാജൻ കരുവാരകുണ്ടാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആരോ ഒരാൾ എന്ന കഥാസമാഹാരമാണ് സാറിൻ്റെ ആദ്യത്തെ പുസ്തകം. അപ്പോൾ അത് എഴുതാനുണ്ടായ സാഹചര്യം, അങ്ങനെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് സാർ കടന്നത് എങ്ങനെയാണെന്ന് പറയും. എൻ്റെ ബാല്യം വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലായിരുന്നു. വിദ്യാലയത്തിൽ തന്നെ അന്ന് ഇവിടെ നിന്ന് കരുവാരക്കുണ്ടിലേക്ക് നടന്നു പോകുന്നു. അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കുറച്ചു കാലം ഇനി എന്ത് എന്ന ചിന്തയുമായി നടക്കുന്ന ഒരു വർഷം അങ്ങനെ നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീടാണ് ഇവിടെ നിന്ന് കാളികാവിലേക്ക് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പ്രശസ്ത ഡോക്ടറുമായിട്ടുള്ള ഉമ്മറും ഒന്നിച്ചാണ് ഇവിടെ നിന്ന് 1 മണിക്കൂർ കാളികാവിലേക്ക് നടന്നു. അവിടെ നിന്ന് 1 മണിക്കൂറോളം ബസ് യാത്ര ചെയ്ത് അമ്പാട് കോളേജിൽ എത്തിയിരുന്നു. അമ്പാട് കോളേജ് എനിക്ക് പ്രത്യേകിച്ചും അവിടുത്തെ ലൈബ്രറി എന്നെ വായനയുടെ പുതിയ ഒരു ലോകത്തേക്ക് കൊണ്ടുവരികയും അത് ഒരു പരിധിവരെ എഴുത്തിനൊരു പ്രചോദനമായി എന്നും എനിക്ക് തോന്നി. കൂടാതെ എൻ്റെ ഗുരുനാഥന്മാരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ കലോത്സവങ്ങളിലോ അതുപോലുള്ള ഉത്സവവേദികളിലോ 1, 2, 3 സ്ഥാനം എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു 7ാം സ്ഥാനം പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു മേഖലയിൽ എനിക്ക് എൻ്റെ താല്പര്യം വായനയിലൂടെ നമ്മുടെ സമൂഹത്തോട് പറയാനുള്ള പലതും എഴുത്തിലൂടെ എനിക്ക് പറയാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ടാക്കി തരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ മത്സരങ്ങൾ കൊണ്ടൊക്കെ. സാറിന് ഒരു ബാലസാഹിത്യ കൃതികളാണ് സാറ് കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ളതിൽ കൂടുതലായിട്ട് എണ്ണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ അതെന്തുകൊണ്ടാണ് സാറിന് ബാലസാഹിത്യത്തിലേക്ക് കൂടുതൽ? ബാലസാഹിത്യം പ്രത്യേകിച്ചും എഴുതാനാണ് ഏറ്റവും പ്രയാസം എന്നെനിക്ക് ഈ 3 മേഖലയിലും പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഒരു ബാലസാഹിത്യം എഴുതണമെങ്കിൽ നമ്മൾ തന്നെ ഒരു കുട്ടിയായിത്തീരണം. ഇപ്പോൾ സ്നേഹച്ചെപ്പ് എന്ന കൃതി ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൽ വന്നതാണ്. ആ കൃതിയിലെ ഒരു കുട്ടി ആയി ഞാൻ മാറുകയായിരുന്നു. അങ്ങനെ ഞാനൊരു കുട്ടിയായി തീരുകയും ആ കുട്ടിയുടെ ഭാഷ എന്നിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു നല്ല ബാലസാഹിത്യ കൃതി ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ തണൽമരങ്ങളും പൂർണ്ണ പബ്ലിക്കേഷനാണ് തണൽമരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് പുതിയ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള പണം ഒന്നിച്ച് നമ്മുടെ കേരളത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു എന്ന വസ്തുത തന്നെ. അപ്പോൾ കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രത്യേകിച്ചും കൊച്ചു കുട്ടികളെപ്പോലും ഈ പണത്തിൻ്റെ പേരിൽ വലിയ വലിയ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിലേക്ക് കൊണ്ടുപോയി ആക്കുന്നതിൻ്റെ അനന്തരഫലമായിട്ട് ആ കുട്ടി അനുഭവിക്കുന്ന യാതനകളും പ്രയാസങ്ങളും ഒക്കെയാണ് തണൽമരങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അവൻ്റെ വല്യപ്പയെയും അവൻ്റെ വല്യമ്മയും വിട്ടുകൊണ്ടുള്ള ഒരു ജീവിതം ആ കുട്ടിക്ക് ഒരിക്കലും സാധ്യമാവുന്നില്ല. വീണ്ടും തിരിച്ച് തൻ്റെ ഗൃഹാതുരത്വമായ ഓർമ്മയുമായി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കുട്ടിയെയാണ് ഞാൻ അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ബാലസാഹിത്യ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ സാറിൻ്റെ സ്നേഹച്ചെപ്പ്, ഇപ്പോൾ ദേശാഭിമാനി ആഴ്ചപ്പതിപ്പാണ് സ്നേഹച്ചെപ്പ്, ഇപ്പോൾ സിനിമയാവാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോ? കൊച്ചിയിലുള്ള നാസർ പൊക്കുന്ന് എന്ന് പറയുന്ന ഡയറക്ടർ, അതായത് ഒരു 10-15-20 വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ഫിലിമിൻ്റെയൊക്കെ എഡിറ്റിങ് അതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന തിരക്കിൽ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഈ കഥ അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നും കുട്ടികളിൽ എല്ലാവരും കേരളീയ സമൂഹത്തിൽ ഈ കഥ എത്തണമെന്നും അത് ഒരു സിനിമയാക്കുന്ന വിരോധമുണ്ടോ എനിക്ക് തന്നുകൂടെ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചർച്ചകളൊക്കെ നടന്നു. അത് മുന്നോട്ട് പോകുന്നു. മിക്കവാറും ഈ വർഷം ആ ഒരു സിനിമ സാധ്യമാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു വലിയ ഒരു ബഡ്ജറ്റ് ഫിലിമൊന്നും അല്ല എന്നും പറയണ്ടേ. സാർ ഇപ്പോൾ അധ്യാപകനും കൂടിയാണ് സാർ. അപ്പോൾ സാറിൻ്റെ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് കൂടുതലായിട്ട് വായനാശീലം വളരെ കുറവാണെന്നാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ. അങ്ങനെ തന്നെ അപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലും അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, പൊതു വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ വായിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നു. സാറിന് എന്ത് തോന്നുന്നു? എങ്ങനെയാണ്? ഈ അധ്യാപകനൊരു ഫെസിലിറ്റേറ്റർ ആവുമ്പോൾ മാത്രമാണ് പുതിയ
തലത്തിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ക്ലാസ്സിലിങ്ങനെ പ്രസംഗിച്ചു പോരുക, ഒരു വൺ വേ പ്രസംഗം പോലെ പഴയ രീതിയിൽ ക്ലാസ് എടുത്തു പോരുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ച് പലപ്പോഴും കുട്ടിയുടെ സർഗാത്മകമായ കഴിവുകൾ വളർത്തുന്നതിൽ വലിയ ഒരു പങ്കൊന്നും വഹിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ വായന മരിച്ചുകൊണ്ടിരിക്കുന്നു, വിദ്യാർത്ഥികൾ വായന കുറവാണ്. ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടുള്ളത് കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മൾ വലിയവർ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ചും രക്ഷിതാക്കൾ, അതേപോലെ തന്നെ അധ്യാപകർ, അവരാണ് പറയുന്നത് ഇന്നത് വായിക്കണം. അതായത് മെഡിക്കൽ എൻട്രൻസ് SLCക്ക് ജസ്റ്റ് D+ കിട്ടിയ കുട്ടിയെപ്പോലും മെഡിക്കൽ എൻട്രൻസ് എൻജിനീയറിംഗ് ഒക്കെ ആക്കണം എന്ന ഒരൊറ്റ ചിന്താധാരയിൽ രക്ഷിതാക്കൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായി മറ്റൊന്നും വായിക്കരുത്, ഈ പാഠപുസ്തകങ്ങൾ മാത്രം വായിക്കണം, സാഹിത്യകൃതികൾ ഒക്കെ ആർക്ക് വേണം, സാഹിത്യകൃതികൾ വായിക്കുന്നത് കൊണ്ടൊന്നും വലിയ മെച്ചമില്ല, അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ കാര്യമില്ല, വ്യക്തിക്കോ കുടുംബത്തിനോ വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്നുണ്ട്. എനിക്ക് തോന്നുന്നു സർഗാത്മകമായ സൃഷ്ടികൾ വായിക്കുമ്പോൾ മാത്രമാണ് നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് ഒരു വ്യക്തി മാറുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള വർഗീയ കലാപങ്ങൾ, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കലാപങ്ങൾ ഒക്കെ ഇല്ലാതാവണമെങ്കിൽ ഒരു നല്ല വായനക്കാരന്, ഒരു നല്ല എഴുത്തുകാരന് ഒരിക്കലും ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചിന്തിക്കാൻ പോലുമോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്തരം ഒരു തലമുറ വളർന്നു വരണമെങ്കിൽ വായന സജീവമാവണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ പുതിയതായിട്ട് സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് വളർന്നപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ കാര്യമാണെങ്കിലും ഇൻ്റർനെറ്റിൽ തന്നെയുള്ള പല ഫെസിലിറ്റീസിൻ്റെ കാര്യമാണെങ്കിലും അതൊക്കെ കൂടുതൽ വന്നതോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ പുസ്തകത്തിൻ്റെ മേഖലയിലേക്ക്, വായനയുടെ മേഖലയിലേക്ക് വരാതിരിക്കുകയല്ലേ ചെയ്യുന്നത്? എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഈ ഗിൽഗാമേപ്പിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ആ പുസ്തകം എഴുതിയിട്ടുള്ളത് ക്യൂനിഫോം ലിപിയിലാണ്. അതിൽ നിന്നിങ്ങോട്ട് മാറ്റം വന്ന് ഈജിപ്തിലെ ഒക്കെ ആ സംസ്കാര കാലഘട്ടങ്ങളിൽ പാപ്പിറസ് ചുരുളുകളിലാണ് എഴുതിയിരുന്നത്. പിന്നീട് നമ്മൾ അതിൽ നിന്നൊക്കെ പുരോഗമിച്ച് കടലാസ് കണ്ടുപിടിച്ചു, കടലാസിൽ എഴുതാൻ തുടങ്ങി. ഇപ്പോൾ പുതിയ ഒരു സാങ്കേതിക വിദ്യ വരുന്നു, ബ്ലോഗ്, അതുപോലുള്ള സൗകര്യങ്ങൾ. പക്ഷേ എവിടെ എഴുതുന്നു, എവിടെ വായിക്കുന്നു എന്നല്ല, എന്തെഴുതുന്നു, എന്തു വായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഈ വിവരസാങ്കേതിക വിദ്യ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിന് ഏറ്റവും നല്ലതാണ്. അത് ഫേസ്ബുക്കായാലും ശരി, അതേപോലെ ബ്ലോഗാണെങ്കിലും ശരി. ബ്ലോഗിലൊക്കെ ഇന്ന് എഴുതുന്ന ധാരാളം കുട്ടികൾ എൻ്റെ വിദ്യാലയത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് 9ാം ക്ലാസ്സിലൊരു പാഠം തന്നെ അങ്ങനെ ഉണ്ട്, അവനവൻ പ്രസാധകൻ ആകുമ്പോൾ. അപ്പോൾ അവനവൻ പ്രസാധകനാകുമ്പോൾ എന്ന് പറയുന്ന ഓരോ കുട്ടിക്കും ഓരോ ബ്ലോഗ് സൃഷ്ടിക്കുകയും അവന് എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾ അതിലൂടെ ലോകത്തോട് പറയാനുള്ള അപൂർവമായ അവസരം ബ്ലോഗിലൂടെ ഉണ്ടാകുന്നു എന്നുള്ള വലിയൊരു നേട്ടമായിട്ട് തന്നെ ഞാൻ കണ്ടു. അല്ലാതെ ഇൻ്റർനെറ്റ് ഒരു സമൂഹത്തെ പിന്നോട്ടടിക്കുന്നു എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല. പക്ഷേ ഏത് കാര്യവും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനം. ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ അത് കൂടുതലായിട്ട്. അത് പലപ്പോഴും ഇപ്പോൾ ഫേസ്ബുക്കിലായാലും കൊച്ചു വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കും ഓർക്കുട്ടും ഒക്കെ പല ആളുകളും ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്കിൽ വലിയ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സച്ചിദാനന്ദൻ, അശോകൻ ചെരുവിൽ, CR പരമേശ്വരൻ, പല ഇത്തരം മേഖലയിലുള്ള സാഹിത്യ മേഖലയും സാംസ്കാരിക മേഖലയിലും ഒക്കെ ഉള്ള നിരവധി ആളുകൾ ഈ ഫേസ്ബുക്കിലുണ്ട്. പക്ഷെ അവരൊക്കെ തൻ്റെ നിലപാടുകളും കാര്യങ്ങളും സാഹിത്യപരമായ കാര്യങ്ങളും സാമൂഹ്യമായ പ്രശ്നങ്ങളും ഫേസ്ബുക്കിൽ ലോകത്തോട് പറയണം. അത്തരം ഒരു അവസ്ഥ അല്ല പുതിയ പലപ്പോഴും ഈ ചെറുപ്പം ചെയ്യുന്നത്. അവർ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ മൊബൈലിൽ വഴിക്കുന്ന എടുത്തു കഴിഞ്ഞ് അതിൽ ഫേസ്ബുക്കിൽ കയറ്റിയിട്ട് ആ ഫോട്ടോ പ്ലീസ് കമൻറ്റ് എന്ന് പറയുന്ന ഒരു ഇതായിട്ട് വരുന്നു. അതിന് കുറേ കുട്ടികൾ കമൻറ്റ് ഈ ഫോട്ടോ നല്ലതാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നൈസ് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്യും. പക്ഷേ അതല്ല, അത് നല്ല ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു വിപ്ലവം തന്നെ സമൂഹത്തിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈജിപ്തിൽ അതുപോലെ ബഹ്റൈനിലൊക്കെ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഇൻ്റർനെറ്റിൻ്റെ ഫലമായിട്ടാണ്, അതിൽ ഫേസ്ബുക്കിൻ്റെ ഒക്കെ സഹായത്വം അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ട് ഉള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ
അന്നാസാരയുടെ കാര്യം എടുത്താലും അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി പലപ്പോഴും ഇൻ്റർനെറ്റിലൊക്കെ ധാരാളം ആളുകൾ അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത് അന്നാസാരെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ യുവത്വമാണെന്നുള്ളതാണ്. ഇന്ത്യൻ യുവത്വം അവർക്ക് വേണ്ടി അങ്ങേയറ്റം സഹായിച്ചത് ഈ ഇൻ്റർനെറ്റിൻ്റെ ഈ സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ടാണ്. ഇത് നമ്മൾ നിഷേധിക്കാനാവില്ല. അപ്പോൾ അത്തരം മേഖലയിലേക്ക് ഈ ഒരു സാങ്കേതിക വിദ്യയെ കൊണ്ടുപോവുക എന്നാണ് സമൂഹത്തിൻ്റെ ബാധ്യത. അതിനുള്ള തിരിച്ചറിവ് ചെറുപ്പത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്.